ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ യൂട്യൂബിൽ ഒരു സിമ്പിൾ റെസിപ്പി കണ്ടപ്പം ട്രൈ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കുവാണ്. ഫ്ലോപ്പ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയാണ് ഗൈസ്. കുനാഫ. ഞാൻ ഒരു സ്വീറ്റ് ലവർ അല്ല, പക്ഷേ ഇതെന്തോ എനിക്ക് പണ്ടോട്ട് ഇഷ്ടമാണ്. ഞാൻ 2-3 വട്ടം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം അറിയില്ല ഫ്ലോപ്പ് ആവുമെന്ന്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം ഗൈസ്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഒരു കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുള്ളൂ. ഇതിൽ വേർമിസിലി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്ന വലിയ സേമിയ ഇല്ല, അതാണ്. പക്ഷെ അതിനകത്ത് അവർ ചെറുതാണ് എടുത്തേക്കുന്നത്. അപ്പം അത് ഫ്ലോപ്പ് ആവുമോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. നമുക്ക് എന്തായാലും ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ബാ. അപ്പോൾ ഗൈസ്, ഞാൻ പാനൊക്കെ ചൂടാക്കി ഇത് എണ്ണയൊക്കെ വെച്ചിട്ട് നമ്മുടെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സേമിയ അല്ല ഇതിന്, മറ്റേ കുനാഫയുടെ ഒരു സാധനം ഉണ്ടല്ലോ, വേർമിസെല്ലി എന്ന് പറഞ്ഞാൽ ആ സാധനമാണ്. ഞാൻ പിന്നെ യൂട്യൂബിൽ സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള ഈ സേമിയ വെച്ച് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞപ്പം ഒന്ന് ട്രൈ ചെയ്യുകയാണ്. നമ്മൾ ഫ്ലോപ്പ് ആവുമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. മിനി കുനാഫയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്കറിയാം ഇത് മിക്കബി ഫ്ലോപ്പ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ അതിന് മിക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഇച്ചിരി പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടിക്കകത്തോട്ട് 1 ടീസ്പൂൺ നമ്മുടെ കോൺഫ്ലവറും പിന്നെ കുറച്ച് പാലും പിന്നെ ഇതിൻ്റെ പിസ്ത ഫ്ലേവറാണ് നമ്മൾ സാധാരണയായിട്ട് കുനാഫയിലുള്ളത്. അപ്പം ഞാൻ പിസ്ത എനിക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസൻസ് ആണ് ഒഴിച്ചത്. എന്നിട്ട് അത് മിക്സാക്കി മാറ്റി വെച്ചു. നമ്മൾ എന്നിട്ട് പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ പോവാണ്. അതിൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം നമ്മൾ വേറൊരു പാനിലേക്ക് പാൽ ഒഴിച്ചിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ നേരത്തെ മാറ്റി വെച്ച ആ പാൽപ്പൊടിയുടെയും ആ ഒരു കോൺഫ്ലവറിൻ്റെ ഒക്കെ ഒരു മിക്സില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. നല്ലോണം അടുക്കി പിടിക്കാതെ മിക്സാക്കി ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്കിനും നമുക്കത് നല്ലോണം ഇളക്കി മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഈ ഒരു നമ്മുടെ സേമിയ മിക്സിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തേച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. മിക്സ് ആക്കിയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഞാൻ ഇതേ പാൻ വീണ്ടും ചൂടാക്കിയിട്ട് ഫസ്റ്റ് ഈ ഒരു ലെയർ ഞാൻ സേമിയയുടെ മിക്സ് വെച്ചു. അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സില്ലേ, നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സും കൂടി ഒഴിക്കുന്നുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം രണ്ടാമത്തെ ലെയറായിട്ടുള്ള സേമിയയുടെ ഇതും കൂടി നമ്മൾ വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ്, 10 അല്ല, ഒരു 2 മിനിറ്റ്സോളം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സാധനം സെറ്റായി ഗൈസ്. സത്യം പറഞ്ഞാൽ കഴിക്കാൻ ഇത് കാണാൻ ലുക്കില്ലെങ്കിലും കഴിച്ചപ്പം ഏകദേശം ഒത്തിയാട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഫ്ലോപ്പായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ, ഈ ഒരു വേർമിസെല്ലി ഉണ്ടല്ലോ, ആ സാധനമാണ് എനിക്ക് പോയത്. കുനാഫ സെറ്റായിട്ടുണ്ട്. ഫ്ലോപ്പായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കുറച്ച് ഫ്ലോപ്പായി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ടേസ്റ്റിലും കൂടി ഫ്ലോപ്പായോ ഇല്ലയോ നമുക്കൊന്ന് അറിയണമല്ലോ. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഓക്കെ ഗൈസ്, കൊള്ളാം. സംഭവം എന്ന് വെച്ചാൽ ഉള്ള കാര്യം പറയാമല്ലോ, ഈ സേമിയ അല്ല ഇതിന് വേണ്ടത്. കുറച്ചുകൂടി സോഫ്റ്റായിട്ടുള്ള ആണ് തോന്നുന്നത്. അപ്പം ആ ഒരു ഇതിൻ്റെ ക്രിസ്പിനെസ്സിനകത്ത് അറിയുന്നുണ്ട്. ബാക്കി നമ്മൾ ചെയ്ത ഇതൊക്കെ രസമുണ്ട്. കുറച്ച് സ്വീറ്റ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലെ കുറച്ച് ഐറ്റംസ് കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഇത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് പിസ്തയാണ്. ഞാൻ പിസ്തയല്ല, വാനിലയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എനിക്ക് പിസ്ത ഇവിടെ ഇല്ലായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ അത്രയ്ക്കും പോരായ്മകളൊക്കെ ഉണ്ടാകും. പക്ഷേ കൊള്ളാം, കഴിക്കാൻ എന്തായാലും രുചിയുണ്ട്. എനിക്ക് ഫ്ലോപ്പായത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ആ വേർമിസെല്ലിയുടെ പാക്കറ്റ് മാറിപ്പോയി. വേറെയാണ് ഞാൻ പിന്നെ ഇവിടെ ഇരുന്നത് അതായതുകൊണ്ട് അങ്ങ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഗൈസ്. എൻ്റെ നല്ലയാണേലും ചീത്തയാണേലും കഴിക്കുന്നൊരു വ്യക്തിയാണ് ഈ കുട്ടി. ഞാൻ അവന് കൊടുത്ത് പരീക്ഷിക്കുമല്ല, പക്ഷേ അവൻ കഴിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ വിജയിച്ചു എന്നർത്ഥം. കാത്തു എങ്ങനെയുണ്ട്? ഓക്കെ ഗൈസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.